ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന മേഘനത്തെ കുറിച്ച് ഏട്ടന്റെ മനസ്സിലുള്ള ഒരു ട്രൂത്ത് പറയണം. മമ്മിയും ഡാഡിയും മേഘനയ്ക്കുള്ള ആഭരണങ്ങളും സാരിയും തന്നയച്ചിട്ടുണ്ട്. ഇതിവിടെ ഏൽപ്പിക്കാൻ വന്നതാ. ഇത്രയും നേരം ആ മുറിക്കകത്ത് അവൾ ഒന്നിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയെ പോലെ നിന്ന് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു എനിക്ക്. പ്ലീസ്, നീ ഇങ്ങനെ ആവേശം കാണിക്കരുത്. ഇനി എന്നെ കൊണ്ട് ഇതാവില്ല ഡാഡി. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. മിഥുനേട്ടൻ ഇതെവിടെ പോയതായിരിക്കും? അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയ ആളാ. ഇതുവരെ കാണുന്നില്ലല്ലോ ഈശ്വര. ഡാഡി എന്താ ഒന്നും മിണ്ടാത്തെ? എത്ര നാളെങ്ങനെ അഭിനയിക്കുക? എത്ര നാളിങ്ങനെ കള്ളം പറയണം? മിഥുൻ, ഇപ്പൊ അതിനുള്ള സമയമല്ല മോനെ. നീ ഇനി എന്നോട് ഇവിടെ സംസാരിച്ചോണ്ട് നിന്നാ മേഘനയ്ക്ക് വല്ല സംശയവും തോന്നൂടാ. മാത്രമല്ല, നീ കുടിച്ചിട്ടുണ്ടെന്നും കൂടി അറിഞ്ഞാ അതൊക്കെ വലിയ പ്രശ്നമാവും. നീ അവളുടെ അടുത്തേക്ക് ചെല്ലുമോനെ. അകത്ത് നിന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? എന്റെ ലൈഫ് പാർട്ട്ണർ അല്ലാത്തവൾക്കൊപ്പം ഒരു റൂം ഷെയർ ചെയ്തോണ്ട്, ഒരു ബെഡ് ഷെയർ ചെയ്തോണ്ട് പ്രണയിക്കുന്നത് പോലെ മാനേജ് ചെയ്യാൻ അതത്ര എളുപ്പമല്ല ഡാഡ്. ഡാഡ്, ഇനി എനിക്കിത് പ്രൊലോങ് ചെയ്യാൻ പറ്റില്ല. എന്നെ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷിച്ചതാ പ്ലീസ്. മിഥുൻ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഒന്ന് സാവകാശം ചിന്തിച്ചു നോക്ക്. ഇനി ഇതിൽ ചിന്തിക്കാനൊന്നുമില്ല ഡാഡ്. ഞാൻ അവളോട് സത്യം പറയാൻ പോവാ. മിഥുൻ, ഈ ഒരു തവണ കൂടി ഞാൻ പറയുന്നത് കേൾക്കുമോനെ. നോ ഡാഡ്. അങ്ങനല്ലടാ ഞാൻ പറയുന്നത്.
മേഘന മോളെ, നീ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ എന്താ മോളെ? വാ മേഘന മോളെ, ഈ മദ്യവും സിഗരറ്റ്സും ഒക്കെ എന്തിനാവുമെന്നാണ് മോള്? ഡാഡ്, മേഘന എല്ലാ സത്യങ്ങളും അറിയണം. ഇനിയൊന്നും ഒളിപ്പിക്കണ്ട. മിഥുൻ, ഡാഡ് പ്ലീസ്. മേഘനെ, ഇന്ന് രാത്രി നീ പല സത്യങ്ങളും അറിയണം. എന്ത് സത്യങ്ങളാണ് ഏട്ടാ? അന്ന് ഞങ്ങളുടെ വീട്ടിലെ പാർട്ടിയിൽ ആരും മദ്യം കഴിക്കില്ല എന്നും ഇതൊക്കെ വെറും ജ്യൂസാണെന്നും ഗസ്റ്റിന്റെ മുമ്പിൽ അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ നിനക്ക്? ഈ കുടുംബത്തിൽ ഇന്ന് വരെ ആർക്കും മദ്യം കഴിക്കുന്ന ശീലമില്ല മേഘനെ. ഗസ്റ്റിനെ ഡിസപ്പോയിന്റ് ചെയ്യണമെന്ന് വിചാരിച്ച് ഈ ജ്യൂസാണ് കുടിക്കാറ്. എന്നാൽ അത് പച്ചക്കള്ളമായിരുന്നു. മോനെ മിഥുൻ. ഡാഡ്, ഞങ്ങളുടെ കുടുംബത്തിൽ വേറെ ആരും കുടിക്കില്ല. പക്ഷേ എന്റെ ഡാഡി മദ്യം കഴിക്കും, സിഗരറ്റും വലിക്കാറുണ്ട്. എന്തോ അത് നിന്നോട് പറയണമെന്ന് തോന്നി. ഇപ്പൊ തന്നെ ഡാഡിയോട് പലതവണ ഞങ്ങളെല്ലാം പറഞ്ഞതാ, ഈ ഡ്രിങ്ക്സും സ്മോക്കും ഒന്നും ഹെൽത്തിന് നല്ലതല്ലാന്ന്. പക്ഷെ കേൾക്കണ്ടേ? ഇനി നീ മാത്രമേ പറയാൻ ബാക്കിയുള്ളൂ. താനൊന്ന് ശ്രമിച്ചു നോക്ക്. എന്തിനാ അച്ഛാ ഇതൊക്കെ? ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനെ ഉപദേശിക്കാൻ മാത്രം എനിക്ക് പ്രായവും ജീവിതാനുഭവവും ഇല്ല. എന്നോട് ക്ഷമിക്കണോ അച്ഛ? അച്ഛനിങ്ങനെ മദ്യം കഴിക്കുന്നത് കൊണ്ടല്ലേ മിഥുനേട്ടന്റെ മനസ്സിൽ ഇത്രയേറെ വിഷമം ഉണ്ടാവുന്നത്. മിഥുനേട്ടന് വേണ്ടിയെങ്കിലും അച്ഛനെ കുടിയൊന്ന് നിർത്തിക്കൂടെ? ഞാൻ ശ്രമിക്കാം മോളെ. പക്ഷേ ഈ ബിസിനസ് ടെൻഷൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒരെണ്ണം അടിക്കുമ്പോൾ കുറച്ച് റിലാക്സേഷൻ ഫീൽ ചെയ്യാറുണ്ട്. എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും ഇതൊരിക്കലും ഒരു നല്ല ശീലാണെന്ന് പറയാനാവില്ലല്ലോ അച്ഛ. മിഥുനേട്ടനെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഇനി ഞാൻ കുടിക്കില്ല മോളെ, ഞാൻ നിർത്തിക്കോളാം. മോള് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ലേ? ഉറപ്പായിട്ട് ഞാൻ ഇനി കുടിക്കില്ല. മേഘനെ, എന്തൊരു മായ! യു ആർ സോ ഗ്രേറ്റ്. ഞാൻ എത്രയോ തവണ ഇത് പറഞ്ഞിട്ടും ഡാഡി ഇത് കേൾക്കാൻ പോലും കൂട്ടാക്കില്ല. പക്ഷെ നീ ഒരു തവണ പറഞ്ഞപ്പോഴേക്കും ഡാഡി നിർത്താന്ന് വാക്ക് തന്നിരിക്കെ. എനിക്ക് ഒത്തിരി സന്തോഷമായി അച്ഛാ. എന്റെ മരുമോള് പറഞ്ഞ പിന്നെ ഞാൻ അനുസരിക്കണ്ടേ? ഞാൻ ഇനി കുടിക്കില്ല മേഘനെ. എന്നാ ഇനി നിങ്ങൾ പൊയ്ക്കോളൂ, സമയം ഒരുപാടായി.
ഒരു കാര്യം ചോദിച്ചോട്ടെ? ഞങ്ങൾ പോയ ശേഷം വീണ്ടും അച്ഛൻ ആ ഒരിക്കലും ഇല്ല മോളെ. ഇനി ഞാനത് തൊടാൻ പോലും ശ്രമിക്കില്ല. എന്നാ മേഘന ചെല്ല്, ഞാനിപ്പോ തന്നെ വരാം. മിഥുൻ, സ്മെല്ല് കിട്ടൂടാ. ഡോർ അടയ്ക്കണമെന്നില്ല. അല്ല, എ സിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. റൂമിൽ തണുപ്പില്ല. അതിരിക്കട്ടെ, നീ എന്തിനാ പുറത്തേക്ക് വന്നേ? ഏട്ടാ, ദേ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് ഏട്ടൻ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്കെന്തോ മനസ്സിലൊരു വല്ലായ്ക പോലെ തോന്നി. പിണങ്ങിയതാണെന്ന് പോലും തോന്നിപ്പോയി. അതുകൊണ്ടാ മിഥുനേട്ടൻ എവിടെയെന്ന് നോക്കാൻ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എന്തു പറ്റിയേട്ടാ? എന്തിനാ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയേ? മേഘനെ, നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. വാട്ടർ, മിൽക്ക്, ഫ്രൂട്ട്സ്, സ്വീറ്റ്സ്. മേഘനെ, ഫോൺ എന്തി? നിനക്ക് ഡാഡി തന്നില്ലായിരുന്നോ? 1 മിനിറ്റ്. ഇത് പുതിയ ഫോണല്ലേ? എൻ്റെ നമ്പർ സേവ് ചെയ്ത് തരാം. ഇവിടെയുള്ള എല്ലാവരുടെയും നമ്പേഴ്സ് ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അഥവാ ഞാൻ ബിസി ആണെങ്കിൽ ഇവിടെ ആരെങ്കിലും വിളിച്ചാൽ മതി. മേഘന, ഈ വീട്ടിൽ ആദ്യമായിട്ടല്ലേ? ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. ഇവിടെ ആരോട് ചെന്ന് ചോദിച്ചാലും ആവശ്യമുള്ളതെല്ലാം ചെയ്തു തന്നോളൂ. ഇത് വെച്ചോ. മിഥുനേട്ടൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന് മനസ്സിലായില്ല. ആവശ്യം വരും. അല്ല, നിനക്ക് ആവശ്യം വരുമല്ലോ. ഒരു കാര്യത്തിനും നീ ബുദ്ധിമുട്ടാൻ പാടില്ല. എന്തുപറ്റി? എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെ മേഘനെ, നിന്നെ ശരിക്കും നോക്കാൻ പോലും പറ്റിയില്ല. പക്ഷെ ഇപ്പോ നിന്നെ കാണാൻ എത്ര സുന്ദരിയാന്നോ. നല്ല ഭംഗിയുണ്ട് കാണാൻ.
ഇനി എന്താ? അല്ല, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ശരി എന്നാ, നീ കിടന്നോ. വേറൊന്നുമില്ല മേഘനെ, ഞാനൊരു ഫോറിൻ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു ബിസിനസ് ടോക്ക്, വെരി അർജന്റ്. നമ്മുടെ നെയിമിനെ ഫെയിമാക്കി എടുക്കുന്നതും ഒരു ബ്രാൻഡ് തയ്യാറാക്കി എടുക്കുന്നതൊക്കെ എളുപ്പമാണ്. പക്ഷേ അത് നിലനിർത്താനാ പാട്. അതാ ഇങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയായിട്ടാ. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെക്കാളും കൂടുതൽ എൻ്റെ ബിസിനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദിവസവും എങ്ങനെ എനിക്ക് ഫോറിൻ ക്ലയൻസും കോഴ്സും ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. തനിക്കിതൊന്നും പരിചയമില്ലല്ലോ. ഞാൻ ജോലി തീർത്തിട്ട് വന്ന് കിടന്നോളാം. നീ കിടന്നോളൂ. മിഥുനേട്ടാ, തനി വാതിലടച്ച് കുറ്റിട്ടു. നിങ്ങളെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോകുന്നില്ല നിതിൻ. പിന്നൊരു ദിവസം വന്ന് എന്റെ കൂടെ നിങ്ങളെ രണ്ടുപേരെയും കൂട്ടിക്കോളാം. കരയല്ലേ കേട്ടോ. നിതിൻ, നീ കരയല്ലടാ മോനെ, കരയല്ലേ. എന്തിനാ സങ്കടപ്പെടുന്നത്? നിതിൻ, മോൻ വാ, നമുക്ക് കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നില്ല ചാരു ചേച്ചി. മേഘന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് കഥ പറഞ്ഞു തരുമായിരുന്നു. അപ്പൊ ഉറക്കവും വരുമായിരുന്നു. ഇപ്പതേ മേഘന ചേച്ചി ഇവിടെ ഇല്ല. ശേഖരമുത്തശ്ശ, നിധി, കരയല്ലേ മോനെ. മോൻ കരയരുത്. എന്ത് പറ്റിയ മോൻ? എന്തിനാ മോൻ കരയുന്നേ? എനിക്ക് മേഘന ചേച്ചി ഓർമ്മ വരുന്നു മുത്തച്ഛ. ഇനി മേഘന ചേച്ചിയുടെ അടുത്ത് നമുക്ക് പോവാൻ പറ്റില്ലേ? ചെന്നാ ചേച്ചിയെ കാണാൻ പറ്റില്ലേ? എന്തുകൊണ്ട് കാണാൻ പറ്റില്ല? ഉറപ്പായിട്ടും നമുക്ക് പോവാട്ടോ. പക്ഷേ ചേച്ചി ആ വീട്ടിലേക്ക് പോയതല്ലേ ഉള്ളൂ മോനെ. 3-4 ദിവസം കഴിയുമ്പോ നിങ്ങൾക്ക് ചെന്ന് ചേച്ചിയെ കാണാം. നിന്റെ ചേച്ചി പുറം ദേശത്തൊന്നും പോയതല്ലല്ലോ. തോന്നുമ്പോഴൊക്കെ പോയി കാണാം. അത് പോരെ മോനെ. മോനിങ്ങനെ ചേച്ചി ഓർത്ത് സങ്കടപ്പെടല്ലേ. 4 ദിവസം കഴിയുന്നത് വരെ ചേച്ചിയെ കാണാൻ പറ്റില്ല മുത്തച്ഛ. അതെ മോനെ. പുതിയ വീട്ടിലെ ചേച്ചിക്ക് ഒത്തിരി പണിയുണ്ടാവില്ലേ മോനെ. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചെന്ന ചേച്ചിക്ക് മിണ്ടാനൊന്നും സമയമുണ്ടാവില്ല. 1-2 ദിവസം കഴിഞ്ഞോട്ടെ മോനെ. അപ്പം നമുക്ക് അവിടെ ചെന്ന് ചേച്ചിയെ കണ്ടിട്ട് തിരിച്ചു വരാം. അത് പോരെ നിതിൻ. നീ ഇങ്ങനെ ചേച്ചി ഓർത്ത് വിഷമിക്കല്ലേ. ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കല്ലേ.
അതെങ്ങാനും ചേച്ചി അറിഞ്ഞ ചേച്ചിക്ക് സങ്കടാവൂലേ മോനെ? അപ്പൊ നിനക്കും സങ്കടാവും. ശരിയാ മുത്തശ്ശ, എന്റെ ചേച്ചി സങ്കടപ്പെടാൻ പാടില്ല. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ നിധി മോനിപ്പ കിടന്നുറങ്ങണം. ശരി ശേഖര മുത്തശ്ശ, ഇനി ഞാൻ കരയൂല. ഞാൻ കരഞ്ഞ മേഘനേച്ചിക്ക് സങ്കടം വരില്ലേ? നല്ല മോനാട്ടോ, മിടുക്കനായിട്ടിരിക്കണം. എന്നാ മോൻ ചെന്ന് കിടന്നുറങ്ങ. ചെല്ല് 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 ചെല്ല്. മിഥുനും മേഘനയും കല്യാണത്തിന് തലയിൽ കെട്ടിയിരുന്ന ചരട് ദേവസന്നിധിയിൽ വെച്ചോ? വെച്ചു അച്ഛമ്മേ. എന്നാ പെട്ടെന്നാട്ടെ. മേഘനയും മിഥുനും ഇതുവരെ എണീറ്റില്ലേ? എഴുന്നേറ്റ് അച്ഛമ്മേ, എപ്പോഴാ റെഡിയായി? നോക്ക്, ഏട്ടവിടെ ആരെയും വിളിച്ചോണ്ടിരിക്കുക. വീണ്ടും 2 ദിവസത്തെ ഗ്യാപ്പ് എടുക്കേണ്ട കാര്യമുണ്ടോ? എന്തായാലും അത് ഇന്ന് തന്നെ ചെയ്യുന്നതല്ലേ നല്ലത്. എന്നാ അങ്ങനെ ആവട്ടെ അരുണിമേ, എല്ലാരോടും ഫോൺ ചെയ്ത് പറയട്ടെ. സുജാതെ, കുറച്ച് സിന്ദൂരും മഞ്ഞളും എടുത്തോണ്ടോ. സഞ്ജന, മേഘന വന്നില്ലേ? ആ മോളെ മേഘനെ, മോള് റെഡിയായോ? ഇവിടുത്തെ ആചാരപ്രകാരം പുതിയ മരുമോള് വീട്ടിൽ വന്നതിന്റെ തുടക്കമായിട്ട് പൂജാമുറിയിൽ ദീപം തെളിക്കണം. അങ്ങനെ ചെയ്യുമ്പോ വീട്ടില് സുഖവും സന്തോഷവും ഒക്കെ കളിയാടുമെന്നാണ് വിശ്വാസം. വാ. ആയിക്കോട്ടെ. വിവേക് വന്നേ. അരുണിമേ, ജയദേവാ വരുന്നില്ലേ? ഇതിവിടെ തന്നെ വെച്ച്. ശരി ചെറിയമ്മേ. മേഘനെ, നീ ആദ്യം ചെന്ന് വിളക്കിന് തിരികൊളുത്തി പൂജ ചെയ്ത് എല്ലാവർക്കും പ്രസാദം കൊടുക്ക്. അങ്ങനെ ആയിക്കോട്ടെ അമ്മേ.